മോർണിംഗ് ആർമീസ്. അപ്പൊ ഇന്നലെ മെയ് 5 ചൊവ്വാഴ്ച BTS പറഞ്ഞ പോലെ തന്നെ റൺ BTSന്റെ മൂന്നാമത്തെ എപ്പിസോഡ് പുറത്തു വന്നിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടാമത്തെ എപ്പിസോഡിന്റെ ബാക്കിയാണെങ്കിൽ പോലും തുടർച്ചയായിട്ടല്ല കേട്ടോ. ആ ഒരു നൈറ്റ് തന്നെയല്ല, പിറ്റേ ദിവസം മോർണിംഗ് തൊട്ടാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചു തുടങ്ങുന്നത്. മോർണിംഗ് ആദ്യം വി ആണ് എണീക്കുന്നത്. അപ്പൊ വി താഴത്തെ റൂമിലല്ല, മേലെ ജങ്കൂക്കിന് കിട്ടിയ റൂമിലായിരുന്നല്ല കിടന്നുറങ്ങിയത്. വി എന്നിട്ട് അവിടുന്ന് എണീറ്റ് ബാക്കിയുള്ളവരൊക്കെ റൂമിൽ പോയിട്ട് അവരൊക്കെ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് ജങ്കൂക്കിനെ വിളിച്ചെണീപ്പിക്കുന്നുണ്ട്. പിന്നെ അന്നത്തെ ദിവസത്തെ ഗെയിം തലേ ദിവസം അവർ തീരുമാനിച്ച പോലെ തന്നെ ഫുട് വോളിബോൾ ആയിരുന്നു. അപ്പൊ ഈ ഒരു ഫുട് വോളിബോൾ എന്ന് പറയുന്നത് ഫുട്ബോളിന്റെയും വോളിബോളിന്റെയും ഒരു മിക്സ് ആയിട്ടുള്ള ഗെയിമാണ് കേട്ടോ. നിങ്ങൾക്ക് അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ അറിയണ്ടായിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഒരു എപ്പിസോഡ് കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു ഗെയിമിൽ നമ്മൾ ഫുട്ബോളിൽ ചെയ്യുന്ന പോലെ തന്നെ കൈയും കൈമുട്ടും ഒന്നും യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോൾ തട്ടാൻ പാടില്ല. ഹെഡ്, ചെസ്റ്റ്, തൈ, ഫുട്ട് എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. സാധാരണ ഇത് രണ്ട് ഭാഗത്ത് രണ്ട് ടീമായിട്ട് രണ്ടാൾ വെച്ചിട്ടൊക്കെയാണ് കളിക്കല്. പക്ഷെ ഇവിടെ നമ്മളെ BTS ആയതുകൊണ്ട് തന്നെ അവര് താഴെ കിടക്കാൻ തീരുമാനിച്ച ആൾക്കാരും മേലെ കിടക്കാൻ തീരുമാനിച്ച ആൾക്കാരുമാണ് കളിക്കുന്നത്. ഇനി താഴെയും മേലെയും കിടക്കാൻ തീരുമാനിച്ച ആൾക്കാർ അങ്ങനെയല്ല കിടന്നതെങ്കിൽ പോലും ഗെയിമിലെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവും. അപ്പൊ എന്തായാലും അതൊക്കെയാണ് റൂൾസ്. പിന്നെ നമ്മുടെ വി എല്ലാവരും വിളിച്ചെണീപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ. ഇനി ഈ സമയത്ത് നമ്മുടെ ഹോബിയേട്ടൻ അവിടെ കടന്നുറങ്ങിയതെന്ന് അറിയോ? ഹോബിയേട്ടൻ ലിവിംഗ് റൂമിലാട്ടോ കടന്നുറങ്ങിയത്. ഇനി ഈ ഒരു ഗെയിമിൽ തോറ്റാല് അവർ തലേ ദിവസം തീരുമാനിച്ചതനുസരിച്ചുള്ള പണിഷ്മെന്റിൽ ലിസ്റ്റുകളായിരുന്നു മുട്ടുകുത്തിയിട്ട് കൈ പൊക്കി നിക്കല്, അല്ലെങ്കിൽ ബോമുൻസ ടെമ്പിളിൽ പോയിട്ട് അവരൊരു വിഷ് റൂഫ് ടൈലില് എഴുതല്, അല്ലെങ്കിൽ തോറ്റ ടീം മറ്റേ ടീം പറയണ എന്താന്ന് വെച്ചാൽ കേൾക്കണം. പിന്നെ നമുക്ക് കാണിച്ചു തരുന്നത് എല്ലാവരും കൂടി ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഗെയിമിനെ കുറിച്ച് തീരുമാനിക്കാനാണ് ഇരിക്കുന്നത്. എന്നാൽ അതിന് മുന്നേ നമ്മൾ റൺ BTSന്റെ ആ ഒരു സ്ലോഗന സംഭവം പറയണല്ലോ. അപ്പൊ അത് പറയേണ്ട കാര്യം പറയുമ്പോൾ പിന്നെ ഇത് എങ്ങനെയാണ് പറയേണ്ടത്, ടൈപ്പില് പറയേണ്ടതെന്ന് കുറെ ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് അവരെ ഓൾറെഡി ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ, ഒരു രീതി, ആ രീതിക്ക് തന്നെ അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയാണ്. അങ്ങനെ പിന്നെ ഗെയിമിന്റെ കാര്യങ്ങൾ അവിടുന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു പണിഷ്മെന്റ് എന്താ വേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. അതായത് 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ, അതിലുള്ള ഓപ്ഷൻസ് എഴുതിയിട്ട് അതിന് തെരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ നംജുൻ ആ ഒരു നറുക്കിടണേന്ന് പിക്ക് ചെയ്യണത് ബൊമുൻസ ടെമ്പിളിൽ പോയിട്ട് വിഷ് ആ ഒരു റൂഫ് ടൈലിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. ഇനി ഈ ഒരു പണിഷ്മെന്റിന്റെ കാര്യം കേട്ടപ്പോ തൊട്ട് ഷുഗയ്ക്കും തേക്കും ഇതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു കേട്ടോ. ഇനി ഇതൊക്കെ തീരുമാനിച്ച എല്ലാവരും ഒരു ലിവിംഗ് റൂമിൽ നിന്ന് എണീറ്റ് പോയല്ലോ. അപ്പൊ നമ്മുടെ ജിന്നേട്ടനും ജങ്കൂക്കി അവിടെ അങ്ങനെ ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവരെന്താളും കൂടി ആരാണ് ആദ്യം എണീറ്റ് പോണെന്ന് പറഞ്ഞിട്ട് ഒരു തല്ലുണ്ടാക്കണ്ട അവിടുന്ന്. അങ്ങനെ എന്തായാലും മെമ്പേഴ്സ് എല്ലാവരും ഫുട് വോളിബോൾ കളിക്കാൻ പോകണം. അതിന് മുന്നേ എടുത്തേ ആ ഒരു ഗ്രൗണ്ടിലൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണോ, ഒന്ന് കളിച്ചു നോക്കണൊക്കെ ഉണ്ട്, ഒരു പ്രാക്ടീസ് പോലെ. പിന്നെ ഇതൊക്കെ തീരുമാനമാക്കിയിട്ട് മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ഗെയിം തുടങ്ങും കേട്ടോ. ഈ ഒരു ഗെയിം തുടങ്ങിയ അവിടുന്ന് അങ്ങോട്ടായിരുന്നു പിന്നെ കോമഡി. ഇനി സംഭവം വേറെ ഒന്നല്ല, ഇവർ 2 ടീമാണ്. പക്ഷെ ഈ ഒരു 2 ടീമിലും ബെറ്റർ ആയിട്ടുള്ള കളിക്കാരൻ നമ്മുടെ വി ആണെന്നാണ് കേട്ടോ പറഞ്ഞത് ഫുട് വോളിബോളിന്റെ കാര്യത്തില്. പക്ഷെ ഈ ഒരു ഗെയിം അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ വി കളിക്കണതൊന്നും കളിയല്ലാതായി മാറി. ആള് ഫുള്ള് തോക്കലായിരുന്നു. അങ്ങനെ ഒരു ഗെയിമില് മാസ്റ്റർ റേസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടന്ന തേക്ക് ഈ ഗെയിമിൽ ഇങ്ങനെ തോക്കണത് ഭയങ്കര ഒരു ചടപ്പായിരുന്നു കേട്ടോ. എന്നാലും ആളങ്ങനെ പുറത്ത് കാണിക്കില്ല, പക്ഷെ നമുക്ക് കണ്ടാൽ നേരെ മനസ്സിലാവും. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവസാനം മെമ്പേഴ്സ് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു, ചിരിച്ചു തേനെ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നു മെമ്പേഴ്സ് എല്ലാവരും ഹാപ്പി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവര് കളിച്ചു തുടങ്ങിയിട്ട് ഫസ്റ്റത്തെ 2 റൗണ്ടിൽ നമ്മളെ ടീം കിം സോക് ജിൻ തന്നെ വിൻ ചെയ്യും കേട്ടോ. അപ്പൊ ഈ 2 റൗണ്ടിന് അവർ വിൻ ചെയ്യുമ്പോൾ ഒരു ചാൻസും കൂടി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വീന്റെ ടീം ചോദിക്കുമ്പോൾ ഇവരൊരു പണിഷ്മെന്റ് പോലെ കൊടുക്കും. ആ പണിഷ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാൻസും കൂടി തരാമെന്ന് പറയും. ആ പണിഷ്മെന്റ് വേറെ ഒന്നല്ല, അവിടുത്തെ ഒരു ചുമരിക്ക് തിരിഞ്ഞു നിന്നിട്ട്, അതായത് കൈ പൊക്കിയിട്ട് തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ പണിഷ്മെന്റ്, അത് ചെയ്യണം ഒരു 10 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യിപ്പിച്ചിട്ട് വീണ്ടും നമ്മുടെ ജെഹോപ്പ്, RM, ഷുഗർ ഉള്ള ആ ഒരു ടീമിന് ഇവരൊരു ചാൻസ് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഒരു ഗെയിമിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മളെ കിം സോക് ജിൻ ടീമിനെ താഴ്ത്തിയിട്ട് മറ്റേ ടീം ഇങ്ങനെ വിൻ ചെയ്ത് വരികയായിരുന്നു. പിന്നെ അതൊരു ടൈക്ക് മാറി ലാസ്റ്റ് നമ്മുടെ കിം സോക് ജിൻ ടീം തന്നെ വിൻ ചെയ്തു കേട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോ പണിഷ്മെന്റ് ജെഹോ, RM, ഷുഗർ ഈ ഒരു ടീമിന് കിട്ടിയല്ലോ. ഇനി ഇത് കിട്ടി കഴിഞ്ഞപ്പോ അവിടെ വേറൊരു സംഭവം ഉണ്ടാക്കി. അതായത് എന്തായാലും അവര് തോറ്റു, പണിഷ്മെന്റ് ആയിട്ട് ഇവര് 4 ആളും കൂടി അവിടെ പോവണം. പക്ഷെ ഒരു ഓപ്ഷൻ പറഞ്ഞു, ഇനി 2 ടീമായിട്ടൊന്ന് കളിച്ചു നോക്കിയാലോ. അപ്പൊ ആ ഒരു, അതായത് ഇവര് 4 ആളാണല്ലോ, ഇത് 2 ആക്കിയിട്ട് കളിച്ചിട്ട് അതിൽ വിൻ ചെയ്യുന്ന ടീം പോവണ്ട, തോക്കുന്ന ടീം പോവാന്നുള്ള ആ ഒരു സംഭവം ആക്കിയിട്ട് തേയും ഷുഗേട്ടനും ഒരു ടീം, ജെഹോബും RMും ഒരു ടീം, ഇങ്ങനെ കളിക്കണ്ടേ. ഇങ്ങനെ കളിച്ചിട്ട് അവസാനം നമ്മുടെ തേന്റി ഷുഗേറിന്റെ ടീം തോക്കും. അപ്പോൾ തേയും ഷുഗേറിനും ആദ്യം തന്നെ ഈ ഒരു പണിഷ്മെന്റ് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അവരെന്നെ അവസാനം തോറ്റിട്ട്, അതായത് 4 ആൾക്കും കൂടി പോവാമായിരുന്നു, പക്ഷെ തേന്റി ഒരു ഓപ്ഷൻ കാരണം അത് ഇവർ 2 ആൾക്കും മാത്രമായിട്ട്, ഈ പണിഷ്മെന്റ് ഇവർക്ക് 2 ആൾക്കും മാത്രമായിട്ട് കിട്ടി.
ഇതിനെയാണ് നമ്മൾ പറയുന്നത് സ്വന്തം കുഴി സ്വയം കുഴിച്ച് അതിക്കെടുത്ത് ചാടുക എന്നുള്ളത്. ഇനി ഒരു പണിഷ്മെന്റ് കിട്ടിയതിന് ശേഷം യുങ്കി പറയുന്നുണ്ട് നമ്മൾ കയ്യും പൊന്തിച്ച് നിന്ന് ബൊമോൺസേനും പോണം, എന്താണ് ഇതൊക്കെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആറം പറയുന്നുണ്ട് ഇന്ന് റൺ BTSന്റെ ഹീറോ ആയിരുന്നു ഷുഗേട്ടൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ മെമ്പേഴ്സ് എല്ലാരും കൂടി വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഇരിക്കുക കേട്ടോ. അപ്പൊ ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് അവരിന്ന് നല്ലോണം ചിരിച്ചു, എൻജോയ് ചെയ്തു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തേ കാരണമാണ് അങ്ങനെ ആയത് എന്നുള്ളതും ജിമിൻ പറയുന്നുണ്ട്. അപ്പോൾ തേ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തേ ഇനി നമുക്ക് നെക്സ്റ്റ് റൺ BTSന് എന്താ കളിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജങ്കുക്ക് പറയുന്നുണ്ട് നമുക്ക് വോളിബോൾ തന്നെ കളിക്കാന്ന് തേനെ കളിയാക്കിയിട്ട് പറയുകയാണ്. അങ്ങനെ തേ വേറൊരു ഓപ്ഷൻ വെക്കുന്നുണ്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ആക്ടിവിറ്റീസ് കുറച്ചും കൂടി കൂട്ടാം. അപ്പോൾ ഇവര് സ്കൈ ഡൈവിങ്ങിന് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതല്ല 6 ബ്ലാക്ക് റൈഡ് ചെയ്താലോ എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഷുഗേട്ടൻ പറയുന്നുണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള പറയുന്നുണ്ട്. അതിൽ ജിന്നേട്ടൻ പറയുന്നുണ്ട് എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ആറം പറയുന്നുണ്ട് എന്നാൽ ജിന്നേട്ടനും ദേവും കൂടി പോയിക്കോന്ന് പറയുന്നുണ്ട്. അതിൽ ജിന്നേട്ടൻ തേനോട് നിന്ന് നമുക്ക് പോയാലോ ദേവങ്ങയും ചോദിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇത് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള തേ എന്നെ ജിന്നേട്ടനോട് പറയാണ് എനിക്കിപ്പോ ഇത് വലിയ ഇഷ്ടമല്ല ജിന്നേട്ടാന്നുള്ള കാര്യം. അപ്പോ ഹോബ് പറയുന്നുണ്ട് അതെന്താ പെട്ടെന്ന് അവൻ അങ്ങനെ ഒരു വർത്താനം നോക്കുമ്പോൾ ജിന്നേട്ടൻ പറയുന്നുണ്ട് അത് അവൻ ഗെയിമിൽ തോറ്റോണ്ടാണ്. അപ്പൊ തേ ഒരു ഗെയിമിൽ തോറ്റേന്റെ ചെറിയൊരു സൾക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ ഈ ഒരു ഗെയിം കളിക്കുന്നതിന്റെ ഇടയ്ക്ക് തേനോട് ദേഷ്യപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് മെമ്പേഴ്സ് ചിരിക്കാനൊക്കെ പറയണ്ടേ. അതേപോലെ ഇത്തവണത്തെ ഒരു ട്രിപ്പിനെ കുറിച്ച് അവരെന്നെ ചോദിക്കണ്ട. അപ്പൊ ജയഹൂപ്പ് പറയുന്നുണ്ട് അത്ര ഈസി അല്ലായിരുന്നു, പക്ഷെ എന്താ ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റിയ ഒരു ട്രിപ്പ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ യുങ്കി ഏട്ടൻ ആ ഒരു ബൊമുൻസ ടെമ്പിളിൽ പോണ കാര്യമാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടേക്ക് എത്ര ടൈമും കൊണ്ട് എത്തും എന്നുള്ള കാര്യം. ഇനി ഈ ഒരു സമയത്ത് ജിന്ന് പിന്നെയും തേന്റെ ആ ഒരു എരുത്തിയിൽ എണ്ണ ഒഴിക്കണ പോലെ എന്താ തേങ്ങി റണ്ണിങ്ങിൽ ഭയങ്കര സംഭവമല്ലേ. അപ്പൊ ബൊമുൻസ ടെമ്പിൾ വരെ ഇവിടുന്ന് തേ ഒന്ന് റൺ ചെയ്ത് പോയാൽ എങ്ങനെ ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തേ ജിന്നേട്ടന്റെ വായ അടയ്ക്കാനായിട്ട് വായയിൽ എന്തോ ഉണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് വായ അങ്ങനെ പിടിച്ചതാക്കണ്ടേ. എന്നിട്ട് തേ പിന്നെ മെമ്പേഴ്സിനോട് പറയുന്നുണ്ട് അതായത് ഇനിയിപ്പോ ഞാനും യുങ്കിയേട്ടനും മാത്രം പോയിട്ട് എങ്ങാനും ഞങ്ങളെ രണ്ടാളി മാത്രം കാര്യങ്ങൾ നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന്. അപ്പൊ തന്നെ ചെങ്കുക്ക് പറയണ്ട അത് പറ്റൂല, ഞങ്ങളെയും കൂടി വിശ്വസം നിങ്ങൾ എഴുതണ്ടേ എന്നുള്ളത്. അപ്പൊ തേ പറയുന്നുണ്ട് അല്ല എന്നാലും ഞാൻ നമ്മളെല്ലാരും കൂടി പോയത് നല്ലതാവും വിചാരിക്കുന്നുണ്ടെന്ന്. അതൊന്ന് ഇട്ട് നോക്കുകയാണ് വെറുതെ മെമ്പേഴ്സ് എല്ലാരും കൂടി വന്നാലോ. അതിൽ ജയഹോപ്പ് തേനെ നോക്കി ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ജിന്നേട്ടൻ പറയുന്നുണ്ട് നമുക്ക് ബീച്ച് വോളിബോൾ കളിച്ചാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്, അവിടെ കളിക്കുമ്പോ രസമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഓവർസീസിലൊക്കെ പോകുമ്പോ ബീച്ചിൽ ഇങ്ങനെ കളിക്കുമ്പോൾ അതൊരു രസമല്ലേ എന്നുള്ള പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തേ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേറെയുള്ള കൺട്രീസിലെ സ്കൂളിലൊന്ന് പോയി നോക്കണം. അപ്പൊ ഇവര് പറയുന്നുണ്ട് നീ ഇതുവരെ ആ സ്കൂളിന്റെ കാര്യം വിട്ടിട്ടില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പൊ നിനക്ക് ആ സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുന്നുണ്ട്. ഇനി തേ പറയുന്നതിന്റെ മുന്നേ തന്നെ ജിന്നേട്ടൻ പറയുന്നുണ്ട് അവിടെ പോയിട്ട് മുട്ട് കുത്തിയിട്ട് കൈ പൊക്കി നിൽക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ജയഹോ പോയിക്കുണ്ട് അതോ ഇനി നിനക്ക് സ്കൂളിൽ പോയിട്ട് ടീച്ചർ എടുത്ത് ചീത്ത കൊള്ളാനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല എനിക്ക് വേറെ സ്ഥലത്തുള്ള സ്കൂളിൽ ഫസ്റ്റ് പീരീഡിൽ അവരെന്താ ചെയ്യണത് നോക്കാനാണെന്ന് പറയുന്നുണ്ട്. അതിൽ ജിന്നേട്ടൻ ചോദിക്കും നീ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ പോരുമെന്ന് ചോദിക്കുമ്പോ അപ്പൊ ആറും പറയുന്നുണ്ട് അതിന് നീ ഫസ്റ്റ് പീരീഡ് തുടങ്ങി അപ്പൊ തന്നെ ഉറക്കത്തേക്ക് വീഴുമല്ലോ എന്നുള്ള പറയുന്നുണ്ട്. അതിൽ അത് ഞാൻ അവിടെ പോയിട്ട് ആലോചിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ അത് പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് നോക്കാം നെക്സ്റ്റ് എപ്പിസോഡിന് എന്തൊക്കെ ഐഡിയാസ് വേണ്ടോ നമുക്ക് തീരുമാനിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതേപോലെ തന്നെ ഇവർ ഈ ഒരു ബൊമൻസ ടെമ്പിളിൽ പോകണല്ലോ. അപ്പൊ അവിടെ പോയിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് വിഷ് എഴുതിയിടേണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ BTSന്റെ ഈ ഒരു വർഷം നല്ല ഹിറ്റ് ആവട്ടെ 1000 ഹിറ്റ് ആവട്ടെ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇന്നത്തെ ആ ഒരു റൺ BTSന്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഷെയർ ചെയ്യാൻ പറയുന്നുണ്ട്. അതിൽ ഷുഗ പറയുന്നുണ്ട് എന്താ ഇന്നത്തെ വോളിബോൾ ആയാലും ഇതായാലും ഒക്കെ രസം ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പണിഷ്മെന്റ് ആയാലും പോവണ്ടെന്ന് പറഞ്ഞ രണ്ടാൾ തന്നെ ലാസ്റ്റ് പോവാൻ വേണ്ടി എൻ്റെ ആയത് അതും ഒരു രസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ ജിന്നേട്ടനോട് വയ്ക്കുമ്പോൾ ജിന്നു പറയുന്നുണ്ട് ഇന്ന് ഞാൻ നല്ല രസം ഉണ്ടായിരുന്നു, നമ്മൾ മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു ട്രിപ്പ് വന്ന പോലത്തെ ഒരു ഫീൽ ആയതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പിന്നെ ആറമിനോട് വയ്ക്കുമ്പോൾ ആറം പറയുന്നുണ്ട് ഞാൻ എൻജോയ് ചെയ്തു, BTS നന്നായിട്ട് വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ജിമിനോട് വയ്ക്കുമ്പോൾ ജിം പറയുന്നത് തേവങ്ഷിന്റെ ഒപ്പായം കൊണ്ട് ഞാൻ നല്ല ഹാപ്പി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ തേ പറയുന്നുണ്ട് BTSന്റെ കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടത് എന്റെ വിശ്വസിൽ ഒന്നായിരുന്നു, അത് ഇന്ന് ഇങ്ങനെ സാധിച്ചതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ തേ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാൻ നിൽക്കുക, അതായത് ഇനി നെക്സ്റ്റ് റൺ BTSൽ കാണാന്നുള്ള ഒരു ഡയലോഗ് പറയാൻ നിൽക്കുമ്പോൾ ജംഗു പറയേണ്ട എന്താ ഹോബിയേട്ടനോട് ചോദിക്കാത്തതെന്ന് പറയുന്നുണ്ട്. ഹോബിയേട്ടന് ഇവരെല്ലാരും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ മനസ്സിൽ വെച്ചിട്ട് വെയിറ്റ് ചെയ്യല്ലേ, എന്നിട്ട് ഹോബിയേട്ടനോട് എന്താ ചോദിക്കാത്തെന്ന് പറയുന്നുണ്ട്. അതിൽ പിന്നെ ഹോബിയ കുഴപ്പമില്ല എനിക്കും എല്ലാവരും പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അത് തള്ളി കളയാൻ നോക്കുമ്പോൾ തേ പറയണ്ട അല്ല ഹോബിയേട്ടൻ പറയാന്ന് പറയുന്നുണ്ട്. ഇനി ഹോബിയേട്ടനോട് ഈ പറയുന്ന സമയത്ത് ജങ്കൂക്കി ചോദിക്കുന്നുണ്ട് പിന്നെന്താ എന്നോട് ചോദിക്കാതെ, എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ പറയുന്നുണ്ട്. അതിൽ തേ പറയുന്നുണ്ട് ഞാൻ നിന്നോട് ചോദിച്ചില്ല ചോദിക്കുന്നുണ്ട്. അതിൽ ജങ്കൂക്കി എന്നോട് ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അതിൽ തേ പറയുന്നുണ്ട് അതിപ്പോ എന്താ അങ്ങനെയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഹോബിയേട്ടൻ പിന്നെ പറയുന്നുണ്ട് എന്തായാലും കുറച്ച് സമയത്തിന്റെ ഒരു ടൈമിന് ശേഷം എല്ലാവരും ആയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചൊക്കെ ഇതായത് കൊണ്ട് നല്ല രസം
രസമുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഹോബി പറയുന്നുണ്ട്. അതിൽ കുക്കി ഫണ്ണായിട്ട് ഒരു വേർഡ് പറഞ്ഞിട്ട് ഇത്തിരി നേരം ബംഗ്ലാൻ സുനന്ദാനാണെന്ന് പറഞ്ഞിട്ട് ബായ് പറയണ്ടേ, അത് കുക്കി പ്രത്യേകിച്ച് ഒന്നും പറയണില്ല. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷുഗിയും തേയും കൂടെ ആ ഒരു ടെമ്പിളിൽ പോവാണ്. അവിടെ പോയിട്ട് വിഷ് റൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ BTS മെമ്പേഴ്സ് എല്ലാരും കൂടി ഇതിന് മുന്നേ ആ ഒരു ടെമ്പിളിൽ ഒരു പ്രാവശ്യം പോയിരുന്നു. അപ്പൊ അന്നത്തെ ആ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരുന്നു ട്ടോ റൺ BTSന്റെ 3rd എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ. ഈ നെക്സ്റ്റ് എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതിലേക്കും ബൈ.